ഒടുവിൽ പ്രതിപക്ഷവും കേരളം മുഴുവനുമുള്ള അയ്യപ്പ ഭക്തരും ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നിരിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണ മോഷണം എത്രയും പെട്ടെന്ന് അന്വേഷിക്കണമെന്നും അതിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും കോടതിയോട് മാത്രം വെളിപ്പെടുത്തിയാൽ മതിയെന്നുമുള്ള കോടതി വിധി പുറത്തു വന്നിരിക്കുന്നു. എല്ലാം അറിയാമായിരുന്ന സർക്കാരിലെയും ദേവസ്വം ബോർഡിലെയും ഉന്നതർക്കുള്ള തിരിച്ചടി തന്നെയാണ് കോടതി വിധി എന്ന കാര്യത്തിൽ സംശയമില്ല. റിപ്പോർട്ടുകൾ പരിശോധിച്ചതിന് ശേഷം ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ശബരിമലയിലേത് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ദ്വാരപാലക ശില്പത്തിൽ മാത്രമല്ല, കഥകിലും കട്ടിളപ്പടിയിലും വരെ ഗുരുതര ക്രമക്കേടുകൾ നടത്തിയെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ അവസരത്തിൽ അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം വ്യാജ മോൾഡ് ഉണ്ടാക്കിയതും ഒറിജിനൽ മറ്റാർക്കു വിറ്റെന്നുമുള്ള കോടതിയുടെ സംശയമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിധി പുറപ്പെടുവിക്കാൻ കാരണമായത്. സംസ്ഥാന പോലീസ് അന്വേഷിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവുമെന്നും അതുകൊണ്ട് തന്നെ സത്യസന്ധമായ റിപ്പോർട്ട് പുറത്തു വരാനുള്ള സാധ്യത തുലോം കുറവാണെന്നും എല്ലാവരും കരുതിയിരിക്കുമ്പോഴാണ് ആശ്വാസകരമായ തരത്തിൽ ഇത്തരമൊരു വിധി പുറത്തു വന്നിരിക്കുന്നത്. അതോടുകൂടി ശബരിമലയെ മൊത്തത്തിൽ വിറ്റത് ആർക്കെന്ന് വെളിപ്പെടുത്തുന്നത് വരെ തനിക്ക് ഉറക്കമില്ല എന്ന് പറഞ്ഞു നടന്ന വി.ഡി. സതീശന് കുറച്ചൊന്നുമല്ല ആശ്വാസം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം പറയാൻ. അദ്ദേഹം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഏതോ ഒരു കോടീശ്വരന് അയ്യന്റെ ദ്വാരപാലക ശില്പമടക്കം എടുത്ത് വിറ്റു എന്ന് തന്നെയാണ്. മറ്റൊന്നുള്ളത്, സതീശൻ ഇപ്പോഴാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വില മനസ്സിലായത് എന്നതാണ്. ഇപ്പോൾ നടക്കുന്ന താരങ്ങൾക്കെതിരായുള്ള ED റെയ്ഡ് സ്വർണ്ണപ്പാളി വിവാദം മുക്കാനാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തിരിച്ചറിഞ്ഞതാണ് വി.ഡി. സതീശന് വല്ലാതെ സന്തോഷം തോന്നിയ കാര്യം. സാധാരണയായി കേന്ദ്ര സർക്കാർ പ്രതിസന്ധിയിലാവുമ്പോഴാണ് ED അന്വേഷണവുമായി ഇറങ്ങാറുള്ളത്. എന്നാൽ ഇവിടെ സംസ്ഥാന സർക്കാർ പ്രതിസന്ധിയിലായപ്പോഴാണ് ED അന്വേഷണവുമായി ഇറങ്ങിയിരിക്കുന്നത്. ഒരു അവിശുദ്ധ രാഷ്ട്രീയ ബന്ധം ഇവർക്കിടയിൽ മണക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ED ഇറങ്ങിയത് ഇക്കാരണത്തിലാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞാൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. എല്ലാ കാര്യങ്ങളും സർക്കാരിനും ദേവസ്വം ബോർഡിനും അറിയാമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിരുന്നു ഉത്തരവാദിയെങ്കിൽ അയാൾക്കെതിരെ കേസ് എന്നോ എടുത്തേനെ. വാസവനും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ചേർന്നാണ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചു വരുത്തിയത്. അത് തങ്ക വിഗ്രഹം മോഷ്ടിക്കാൻ തന്നെയായിരുന്നു. എന്തായാലും മഹാഭാഗ്യത്തിന് അത് മാത്രം നടന്നില്ല. വ്യാജ മോൾഡ് ഉണ്ടാക്കിയാണ് ഒറിജിനൽ ദ്വാരപാലക ശില്പം വിറ്റത്. വ്യാജമായി ഉണ്ടാക്കിയ ചെമ്പ് പഴയ തൂക്കം ഉണ്ടാകണമെന്നില്ല. MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് കയ്യിൽ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയും സർക്കാരും ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിച്ചാൽ ഒരുപാട് CPM നേതാക്കളും അകത്തു പോകും. അതുകൊണ്ടാണ് ചെമ്പാണെന്ന് മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത്. കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ എന്നിങ്ങനെ തുടങ്ങുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ, അല്ല രോദനങ്ങൾ. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി അയ്യപ്പ ഭക്തന്മാർ മുഴുവൻ കേൾക്കാൻ കാത്തിരുന്ന വാർത്ത തന്നെയാണ് ഈ കോടതി വിധി എന്ന കാര്യത്തിൽ തെല്ലും സംശയമില്ല. എത്രയും പെട്ടെന്ന് തന്നെ കേസ് തെളിയുകയും നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ അയ്യന് കഴിയട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കാം.